കുട്ടിശാസ്ത്രൻ. ശ്രീ മഹാദേവനും ശ്രീ പാർവതിയും വള്ളുവരായി വേഷം പകർന്ന് മലയിൽ ചാള കെട്ടിക്കഴിഞ്ഞിരുന്ന കാലത്ത് വള്ളുവത്തിയിലുണ്ടായ പൊന്മക്കളത്രേ കരുവാളും കുട്ടിച്ചാത്തനും. മൂർത്തിയിൽ മുടിപ്പൂവും മൂന്നാം തൃക്കണ്ണും കറുത്ത ശരീരത്തിങ്കൽ പുള്ളികളുമുള്ള അദ്ഭുത രൂപിയാണ് കുട്ടിച്ചാത്തൻ. എന്ന് കൈകൊട്ടി ഭാഷിച്ചു എന്റെ ഇരിക്കൂർ നഗരം അല്ലേ? ഗ്രാഹ്യമുണ്ടല്ലോ നിങ്ങൾക്ക് അല്ലേ? സന്താന ഭാഗ്യമില്ലാതിരുന്ന കാളകാട്ടില്ലത്ത് ശ്രീ മഹാദേവൻ പ്രത്യക്ഷനായി വള്ളുവത്തി പെറ്റ പൊന്മകനെ കാളകാടിന് സമ്മാനിച്ചു അത്രേ. ആ പൈതൽ കാളകാട്ടില്ലത്ത് വളർന്നു. 7-ാം വയസ്സിൽ എഴുതുവാൻ കനകപ്പൊടിയും ഇരിക്കുവാൻ പുലിത്തോലുമെടുത്ത് ശങ്കരപ്പൂവാര്യരുടെ എഴുത്തുപള്ളിയിൽ എഴുത്തിനിരുത്തി. വിദ്യകളെല്ലാം അതിവേഗം സ്വായത്തമാക്കി. ഗുരുക്കളുടെ ഗ്രന്ഥപാരായണം നടത്തിയ കുട്ടിയെ ഗുരുക്കൾ നച്ചൂരൽ കൊണ്ടടിച്ചു. ആദ്യം അത് രസിച്ചു നിന്ന അവൻ പൊടുന്നിനെ ഭാവം മാറി. ഗുരുക്കളുടെ തലയെറുത്തു. കാളകാടർ അവനെ കാലിമീക്കാനയച്ചു. ദാഹം തീർക്കാൻ കിണ്ടിയിൽ പാൽ നൽകാതിരുന്ന കാളകാട്ടമ്മയോടുള്ള പ്രതികാരമായി കാലിക്കൂട്ടത്തിലെ ചെങ്കൊച്ചൻ കാളയെ കൊന്ന് ചോര കുടിച്ചു. കാളകാട്ടച്ചൻ അവന്റെ തലയറുത്തെങ്കിലും അവൻ വീണ്ടും ജനിച്ചു. മാന്ത്രികന്മാരെ വരുത്തി ചാത്തനെ 396 കഷണങ്ങളാക്കി ഹോമിച്ചു. ഹോമാഗ്നിയിൽ നിന്നും അത്ര തന്നെ ചാത്തന്മാർ പുനർജനിച്ചു. പ്രതികാരമൂർത്തിയായ ചാത്തൻ കാളകാട്, പൂന്തോട്ട, ചാലോറ തുടങ്ങിയ 44 ഇല്ലങ്ങൾ ചുട്ടെരിച്ചു. സംഹാര താണ്ഡവമാടിയ ചാത്തൻ ഒടുവിൽ ചാലയിൽ പെരുമലയന്റെ വീട്ടിലെത്തി. ചാത്തന് അവിടെ ഇരിക്കാൻ പീഠം ലഭിച്ചു. സംപ്രീതനായ കുട്ടിച്ചാത്തൻ ചാലയിൽ പെരുമലയനുമായി ഇഷ്ടത്തിലായി. കുട്ടിച്ചാത്തന്റെ കോലസ്വരൂപം ആദ്യമായി കെട്ടിയാടിയതും ചാലയിൽ പെരുമലയനത്രേ.